ലവ് ജിഹാദ് ചെറിയ ഇടവേളകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാർത്തകളും അതുപോലെ തന്നെ ടേംസുമാണ് ലവ് ജിഹാദ്, കോർപ്പറേറ്റ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ആ കേസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പൊതുവായി കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് പെട്ടെന്ന് ചില വാർത്തകൾ, ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ തുടർച്ചയായി ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യും. ഇന്നയാളുമായി കണക്റ്റഡ് ആണ്, അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സ് പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൽ അവർ പരസ്പരം ബന്ധപ്പെടുന്നത് എങ്ങനെയെന്നുള്ള വളരെ കോംപ്ലിക്കേറ്റഡായ കുറേ സ്റ്റോറീസ് ഉണ്ടാകുന്നു. ആ സ്റ്റോറീസ് പിന്നെ അതൊക്കെ ഡെവലപ്പായി കഴിയുമ്പോഴേക്ക് നാഷണൽ മീഡിയ അല്ലെങ്കിൽ ഹിന്ദി മീഡിയയൊക്കെ അത് ഏറ്റെടുക്കുന്നു. നാഷണൽ ലെവലിലുള്ളൊരു ചർച്ചയായി അത് മാറുന്നു, മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള മലയാളി സോഷ്യൽ മീഡിയയിലടക്കം അത് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായും അത്രയും വലിയൊരു ചർച്ചയാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, ലഭ്യമായ റിപ്പോർട്ടുകൾ മലയാള മീഡിയകളിലും നമ്മൾ കാണുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു രീതി നമ്മൾ കാണാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം, അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങളും പ്രചണ്ഡമായ പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ 1-2 ദിവസങ്ങൾക്കൊക്കെ ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ പോലീസ് റിപ്പോർട്ടും അതുപോലെ തന്നെ കമ്പനിയുടെ അല്ലെങ്കിൽ എവിടെയാണോ അത് സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. അപ്പോൾ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ ആസൂത്രിതമായ സംഭവമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇന്നയാളുമായി ബന്ധമില്ല, ഇയാൾ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ പതിയെ വരുന്നു. അപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഭീതി വ്യാപാരം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലായിടത്തേക്കും ഭീതിയൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ അത് ഇൻവാലിഡ് ആണ് എന്നൊക്കെ പറയുന്ന ചർച്ചകളൊക്കെ പിന്നെ അവിടെ ഇവിടെയും കുറച്ച് ആൾക്കാർ അവിടെ ഇവിടുന്നൊക്കെ പറയും. അതങ്ങനെ അവസാനിച്ചു പോകും. പിന്നെ കുറച്ച് ഒരു ഗ്യാപ്പായിരിക്കും, പിന്നെയും അടുത്ത ഒരു കേസ് വരും, വീണ്ടും ഇതേ കാര്യം. ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ ലവ് ജിഹാദ് ഇല്ല, അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നത് പിന്നെ വളരെ ബാലിശമായിട്ടുള്ള ക്ലെയിമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പല ആൾക്കാരും പറയാം, അങ്ങനെയൊന്നുമല്ല, അതിന് കൃത്യമായ തെളിവുകളുണ്ട്. VHPയുടെ കയ്യിൽ കുറേ കഥകളുണ്ട്, അല്ലേ? VHPയുടെ കയ്യിൽ ലവ് ജിഹാദ് നടത്തിയതായി തെളിയിക്കപ്പെടുന്ന ഒരുപാട് കഥകളുണ്ട്. ആ കഥകൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ആ ആളുകളുടെ പേരടക്കം പറയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കഥകളൊക്കെ കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഇന്ന് വീഡിയോയിൽ അതാണ് പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനമായും VHP, വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന കഥകൾ എന്തൊക്കെയാണ്, അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവർക്ക് എന്താണ് സംഭവിച്ചത്, ആ കഥകൾ നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ റെഫറൻസായി എടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ശ്രീനിവാസ് ജെയിൻ, മറിയം അലവി, അതുപോലെ തന്നെ സുപ്രിയ ശർമ്മ, ഈ 3 പേർ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണവും അതിനെ അവർ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചതുമാണ് ഇന്ന് നമ്മൾ അവലംബാക്കിയെടുക്കുന്നത്. ലവ് ജിഹാദ് ആൻഡ് അതർ ഫിക്ഷൻസ്, സിമ്പിൾ ഫാക്ട്സ് ടു കൗണ്ടർ വൈറൽ ഫാൾസ്ഹുഡ് എന്ന് പറയുന്ന വളരെ നല്ല ഒരു പുസ്തകമാണ്. സാധിക്കുന്നവരെല്ലാവരും അത് വായിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ അവർ തുടങ്ങുന്നത് തന്നെ അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ വേണമെന്ന് പറയുന്ന കാൾ സാഗൻ്റെ ഉദ്ധരണിയോടുകൂടിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു പുസ്തകത്തിൽ പ്രധാനമായും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലവ് ജിഹാദാണ്. പക്ഷേ അവർ 4 പ്രധാന ഫിക്ഷൻസ് ആണ് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 1 ലവ് ജിഹാദ്, 2 പോപ്പുലേഷൻ ജിഹാദ്, 3 ക്രൈസ്തവരായ ആളുകൾ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള ആരോപണം, 4മത്തത് മുസ്ലിം പ്രീണനമുണ്ട് എന്ന് പറയുന്ന ഈ 4 ഫിക്ഷൻസ് ആണ് അവർ ഡാറ്റ വെച്ച്, തെളിവുകൾ വെച്ച് അവർ ഡീബങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ലവ് ജിഹാദ് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളും ഇതേപോലെ ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ പറയുക. നമുക്ക് അത്തരം വിഷയങ്ങളടക്കം ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഇതിന് ഇവർ അവലംബമാക്കിയെടുക്കുന്നത് 1 വിവരാവകാശ രേഖകളും അതുപോലെ തന്നെ കോടതി രേഖകളും ഔദ്യോഗിക രേഖകൾ, സെൻസസും പാർലമെൻറ്റിൽ നടന്നുള്ള ചർച്ചകളുടെ മറുപടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നേരിട്ടുള്ള റിപ്പോർട്ടുകൾ, UP, കേരളം, തമിഴ്നാട്, കർണാടക, ആസം, ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തുമുള്ള പരാതിക്കാരെയും അതേപോലെ തന്നെ കുറ്റവാളികളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതികളായി അറിയപ്പെടുന്ന ആളുകളെയും നേരിട്ട് പോയി കണ്ടുകൊണ്ട് അവരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിവേ അത് നമ്മൾ ഓരോന്നായി പരിശോധിച്ച് നോക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലവ് ജിഹാദാണ്. അതിനവർ കൊടുത്തിട്ടുള്ളത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ നിയമമായി മാറുന്നത് എന്നുള്ള ഒരു തീമാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ശ്രീനിവാസ് ജെയിൻ്റെ ഈ ഒരു പുസ്തകത്തിൽ അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ്. നമുക്ക് ഏതായാലും അത് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. ഇതിൽ നമ്മൾ എടുക്കുന്നത് VHPയുടെ കഥകളാണ്. VHPയുടെ ലവ് ജിഹാദ് കഥകൾ. അതിൽ VHP മുന്നോട്ട് വെക്കുന്ന 147 കേസുകളുടെ ഒരു പട്ടികയാണ്. 2011 നവംബർ മുതൽ 2020 സെപ്റ്റംബർ വരെ നടന്നിട്ടുള്ള ഏകദേശം 147ഓളം ലവ് ജിഹാദ് കേസുകളുണ്ട് എന്നുള്ളതാണ്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് 147 ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നമ്മൾ ഫാക്ട് ചെക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഇല്ലാതെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വളരെ ആസൂത്രിതമായി, വളരെ നിരന്തരമായി, നിർബന്ധിതമായി ഇങ്ങനെ ഈ പ്രണയം നടിച്ചുകൊണ്ട് പിന്നെ ഈ ഇത്തരത്തിലുള്ള മതം മാറ്റം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എത്രയാണ്? 147. നമ്മൾ ബാക്കി ഫാക്ട് ചെക്ക് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും 140 കോടി ജനങ്ങളുള്ളിടത്ത് 147 കേസാണ് VHPക്ക് പോലും കഥകളായിട്ട് കൊണ്ടുവരാൻ പറ്റിയത്. ഇനി അതിലുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞുതരാം. ആ 147 അവർ അതിൻ്റെ തെളിവുകളായിട്ട് ഇങ്ങനെ ലിങ്കൊക്കെ കൊടുക്കും.
ഇന്ന കേസ്, ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് 147 എണ്ണം. ഈ 147 എണ്ണം ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കി. ഓരോന്നും പരിശോധിച്ച് നോക്കിയപ്പോൾ 73 എണ്ണം പകുതിയോളം, ആ 147 പകുതിയോളം ഇൻവാലിഡ് ലിങ്കുകളാണ്. ലഭിക്കാത്ത ഇൻവാലിഡ് ലിങ്കുകളാണ് 147 പകുതിയും. 50% അങ്ങനെ തന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും ആവർത്തനങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള കേസുകൾ, അതേപോലെ തന്നെ അഭിപ്രായ ലേഖനം, ഇപ്പോൾ ഒപ്പീനിയേറ്റഡ് ആയിട്ടുള്ള ലേഖനങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോരുത്തർ എഴുതുന്ന ലേഖനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഇനി അതിൽ പിന്നെയും നമ്മളൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 9 വർഷത്തിനിടയിൽ, ഈ 2011 മുതൽ 20 വരെയുള്ള ഈ 9 വർഷത്തിനിടയിൽ ഈ പറയുന്ന രൂപത്തിൽ ഒരു സ്വന്തം സ്വത്തം മറച്ചു വെച്ചുകൊണ്ട് പ്രണയം നടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വിവാഹത്തിലേക്ക് എത്തിച്ച് അങ്ങനെ മതം മാറ്റി എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന 36 കേസുകളാണ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ 36 കേസുകളാണ് ആകെ എടുക്കാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആകെ 36 കേസുകളാണ് 140 കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് വളരെ വ്യാപകമായി നടക്കുന്നു എന്ന് പറയുന്നതിന് വിശ്വ ഹിന്ദു പരിഷത്തിന് പോലും മുന്നോട്ട് വെക്കാൻ സാധിച്ച ആകെ 36 കേസുകളാണ്. ഈ 36 കേസുകളിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ അവർ കൃത്യമായി അതിൻ്റെ കണക്കുകളടക്കം കൊടുക്കുന്നുണ്ട്. ഏകദേശം 26% സാധാരണയുള്ള ജെൻഡർ ക്രൈമുകളാണ്. അതായത് ഫ്രോഡ്, അബ്ഡക്ഷൻ, അതുപോലെ തന്നെ റേപ്പ്, മർഡർ പോലെയുള്ള പരസ്പരം പൊതുവേ നടക്കുന്ന ജെൻഡർ ക്രൈമുകൾ. അതായത് ഒരു ആണ് ഒരു പെണ്ണിനെ കൊന്നു, ആ സാധാരണ നടക്കുന്ന കേസിനെ ഇവരെന്ത് ചെയ്യും, ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുപോയിടും. അങ്ങനെയാണ് ഏകദേശം 26% ഈ കേസസ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള ഈ 24% നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 35 എൻട്രികളോളം ഇതിൻ്റെ അതിൻ്റെ സോഴ്സായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് OP ഇന്ത്യ എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. OP ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സംഘപരിവാർ ആ ഒരു ഫേക്ക് ക്യാമ്പയിന് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. നിരന്തരം ഫേക്ക് ആയിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു വെബ്സൈറ്റായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവരുടെ പ്രധാന ആശ്രയം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് ഈ 36 കേസുകൾ, 9 വർഷത്തിനിടയിൽ 36 കേസുകളാണ് 140 കോടി ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി, വളരെ ആസൂത്രിതമായി നടക്കുന്നു എന്നുള്ളതിനുള്ള തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളെന്ത് ചെയ്യുന്നു, ആ ഓരോ കേസുകളിലേക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കേസുകൾ ഈ പറഞ്ഞതുപോലെ ഈ കേസുകളിലേക്ക് പോകുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആണ് മുസ്ലിമും പെണ്ണ് ഹിന്ദു ആയാൽ മതി, അപ്പോൾ തന്നെ ഇവരുടെ കേസിലേക്ക് അതെന്ത് ചെയ്യും, അത് വരും. കാരണം എന്താ, ആണ് മുസ്ലിമാണ്, പെണ്ണ് അതിപ്പോൾ ആണ് പെണ്ണിനെ കൊന്നു, അപ്പോൾ അതും കേസായി. അതേപോലെ തന്നെ സ്വാഭാവികമായും അല്ലേ, നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചതികളും കൊള്ളരുതായ്മയോ പല കാര്യങ്ങളും നടക്കും. വ്യഭിചാരം നടക്കും, ലിവിങ് ടുഗദർ നടക്കും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കും. ആ കാര്യങ്ങളെല്ലാം ഇവരെന്ത് ചെയ്യും, ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ കേസസിലേക്കാണ് നമ്മളിനി പോകുന്നത്. പ്രധാനമായും കുറച്ചൊക്കെ ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കേസസ്, അത് നമ്മൾ ഓരോന്നും അതിൻ്റെ ആളുകളിലേക്ക് ചെന്നുകൊണ്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി 5 പ്രധാന അവകാശവാദങ്ങളാണ് ഇവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ആ ഓരോ അവകാശവാദങ്ങൾ പൊളിച്ചതിന് ശേഷം ഓരോ കഥകളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ അവകാശവാദം എന്ന് പറയുന്നത് ആദ്യം ഉന്നയിച്ചത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. അത് ശരിയാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നാണ് ഈ പറഞ്ഞ രാജ്യം മുഴുക്കെ പ്രചരിച്ചിട്ടുള്ള ഈ വെറുപ്പിൻ്റെ ഉറവിടം കേരളമാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ കേരളത്തിൽ നിന്ന് ക്രൈസ്തവരാണ് ഇത് ഉന്നയിച്ചത് എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ അത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ 2009 ആദ്യ കേസ് അത് തകർന്നു പോവുകയാണ് ചെയ്തത്. സംഘടിത പ്രസ്ഥാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെൻറ്റോ ഇല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അവകാശവാദം എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് പ്രധാന കേസുകൾ മുന്നോട്ട് വെക്കും. അതിൽ പെട്ടതാണ് ഹാദിയ കേസ്, അതുപോലെ തന്നെ കശ്മീർ ഔട്ട്ബ്രേക്ക്, ശ്രദ്ധ കൊലപാതകം പോലെയുള്ളത്. ഇത് ഓരോന്നും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധന നമ്മൾ എന്ത് ചെയ്തു, ആ കഥകളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ പറയും. VHPയുടെ കേസ് കൈവശം കേസുകളുടെ പട്ടികയുണ്ട്, അതാണ് നമ്മൾ പരിശോധിച്ചത്. 147-ൽ 73 അസാധുവാണ്. 9 വർഷത്തിനിടയിൽ 36 എണ്ണത്തിൽ മാത്രമാണ് വ്യക്തിത്വം മറച്ചുവെച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം ഹിന്ദു സ്ത്രീകൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണമായി കൃത്യമായ അന്വേഷണങ്ങളിലൂടെ ഇവർ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ്. പൊതുവേ നമ്മളിങ്ങനെ വളരെ ജനറലൈസ് ചെയ്ത് പറയും, അത് സ്വാഭാവികമല്ല, ആണിൻ്റെ മതത്തിലേക്ക് പെണ്ണ് മാറുക അല്ലെങ്കിൽ തിരിച്ചൊക്കെ നടക്കാലോ എന്ന് പറയും. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ ഇവിടെ നമ്മുടെ മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളടക്കം ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതേപോലെ തന്നെ
അറസ്റ്റുകൾ തന്നെ നിയമത്തിൻ്റെ ആവശ്യകത തെളിയുന്നു എന്ന് പറയുന്നു. അതായത് ഈ പറഞ്ഞ മതപരിവർത്തന നിരോധന നിയമമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി VHP അടക്കം പറയുന്ന കാര്യമാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാരെങ്കിലും. പക്ഷേ പിന്നീട് ആ അറസ്റ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ പ്രധാന 5 കേസുകൾ ഇവർ മുന്നോട്ട് വെക്കുന്ന നാഴികക്കല്ല് ആയി പറയുന്ന ഏറ്റവും നേരത്തെ വിശദീകരിച്ചതുപോലെയുള്ള കേസുകൾ നോക്കിയാൽ തന്നെ ആ 5 കേസുകളിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിവേ ആദ്യമായി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ അവകാശവാദം അല്ലെങ്കിൽ ഒന്നാമത്തെ തെളിവായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഉന്നയിച്ചു എന്ന് പറയുന്ന ആദ്യ കേസ്, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസിൽ എന്താണ് സംഭവിച്ചത്? ഒന്നാമത് 2009 ഓഗസ്റ്റിലാണ് പിന്നെ PG വിദ്യാർത്ഥികളായിട്ടുള്ള തങ്ങളുടെ 23 വയസ്സുള്ള പെൺമക്കളെ കണ്ടെത്താൻ 2 പാരൻസ് എന്ത് ചെയ്യാണ്, കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. അവർ വീട് വിട്ട് മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് KT ശങ്കരൻ 32 പേജുകളിലെ വിധിന്യായത്തിൽ റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് പദ്ധതി നിലവിലുണ്ടെന്ന് പറയുന്ന ഒരു പരാമർശം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവം മൊത്തത്തിൽ തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് അതിനുള്ള സോഴ്സസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ആ വിധിന്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നീട് അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടപ്പോൾ കേരളത്തിൻ്റെ DGP റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് അത്തരം സംഘടനയോ പ്രസ്ഥാനമോ കണ്ടെത്താനായില്ല, അങ്ങനെ സംഘടിതമായൊരു നീക്കം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഫസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും പോലീസ് റിപ്പോർട്ട്, DGPയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേസ് ഡയറി പരിശോധിച്ച ജസ്റ്റിസ് MS നമ്പ്യാർ ഈ പറഞ്ഞ കേസ് ആ കാര്യങ്ങൾ പരിശോധിക്കുകയും അവസാനം കേസുകൾ പിൻവലിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളതാണ്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതിരുന്നത്. ഇനി ഓരോ കേസായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തത് 2014 മീററ്റ് കേസാണ്. അതായത് 2024 മീററ്റിൽ ഒരു ഹിന്ദു യുവതിയെ 2 ആഴ്ച കാണാതായി. 2 ആഴ്ച കാണാതായതിനു ശേഷം ആ പെൺകുട്ടി തിരിച്ചെത്തുകയാണ്. അതിനുശേഷം കൂട്ടബലാത്സംഗം, നിർബന്ധിത മതപരിവർത്തനം, ഗർഭഛിദ്രം പോലുള്ള ഒരുപാട് ആരോപണങ്ങളുമായി അവിടെ കുടുംബവും അല്ലെങ്കിൽ അവിടെയുള്ള സ്വാഭാവികമായിട്ട് BJP അടക്കമുള്ള ഹിന്ദു പാർട്ടികളടക്കം അതിൽ രംഗത്ത് വരുന്നു. വലിയ പ്രശ്നം ഉണ്ടാകുന്നു, വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ഒരു കുട്ടിയെ കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ കൊണ്ടുപോയിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്നു, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു, ഗർഭചിത്രം നടത്തുന്നു എന്നൊക്കെ ഉള്ളതാണ് പ്രശ്നം. ഇനി ഇതിലെ ആരോപണം എന്താണ്? ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വിവാദ സിദ്ധാന്തം, അതിന് ബലം നൽകാൻ ഈ ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സംഘപരിവാർ BJP നേതാക്കന്മാർ ഈ വിഷയം അത് ഏറ്റെടുക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പോലീസ് അന്വേഷണത്തിൽ യുവതിയുടെ മൊഴികളിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിച്ചു. അതായത് തീയതികൾ, അതുപോലെ തന്നെ സ്ഥലങ്ങൾ, പ്രതികളുടെ പേരുകൾ എന്നിവയിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നീട് നമ്മൾ ഈ ജേർണലിസ്റ്റുകൾ നടത്തിയ പരിശോധനകളടക്കം നമുക്ക് പിന്നീട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആശുപത്രിയിൽ പോയി പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള രേഖകൾ പ്രകാരം അവിടെ ഗർഭഛിദ്രമല്ല നടന്നിട്ടുള്ളത്, മറിച്ച് എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള ഒരു ശസ്ത്രക്രിയയാണ് നടത്തിയിട്ടുള്ളത്. എക്ടോപിക് പ്രഗ്നൻസി നമുക്കറിയാലോ, ഈ ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ അവിടെ ആ ഒരു എംബ്രിയോ വളരുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ശസ്ത്രക്രിയ നടത്തുന്ന ഒരു സർജറി നടത്തും. അതാണ് അവിടെ നടന്നത്, അല്ലാതെ ഗർഭഛിദ്രമല്ല എന്നുള്ളത് അവിടെ തെളിയുകയാണ്. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ എക്ടോപിക് പ്രഗ്നൻസി അത് കണ്ടെത്താൻ ഏകദേശം 1 മാസത്തോളം എടുക്കും. 1 മാസത്തോളം എടുക്കും ഈ എക്ടോപിക് പ്രഗ്നൻസി കണ്ടെത്താനും അതിൻ്റെ സർജറി ചെയ്യാനും. അപ്പോൾ ഈ 2 ആഴ്ചക്കുള്ളിൽ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു എന്നിട്ട് മതപരിവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ എങ്ങനെ ശരിയാവാം? 1 മാസമെങ്കിലും എടുക്കുന്നത് ഈ എക്ടോപിക് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ തന്നെ. അപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രശ്നം വരികയാണ് അല്ലേ. ആ ഒരു മൊഴിയും അതേപോലെ തന്നെ തെളിവുകൾ തമ്മിൽ വലിയൊരു അന്തരം വരികയാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചക്കിടയിൽ തന്നെ കൂട്ടബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന് പറയുന്ന വാദം സംശയാസ്പദമാകുന്നു. ഒന്ന്, എക്ടോപിക് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ തന്നെ 1 മാസം എടുക്കും. രണ്ടാമത്തത് 2 ആഴ്ചയല്ല, ഒരു മാസം എടുക്കും എന്നുള്ള കാര്യം. അതേപോലെ തന്നെ അവിടെ ഗർഭഛിദ്രമല്ല നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ ഈ സ്ത്രീയെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന മദ്രസയിൽ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു യുവതി. അവിടെ സ്വാഭാവികമായിട്ടും മദ്രസയിലായതുകൊണ്ടൊരു മുസ്ലിം പരിസരത്തിലായിരിക്കും അവരുണ്ടാവുക. അവിടെയുള്ള ഒരുപാട് മുസ്ലിം സമൂഹവുമായി ഒരു സൗഹൃദ ബന്ധം അവർക്കുണ്ടായിരുന്നു, നല്ല രൂപത്തിലുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കലീം എന്ന് പറയുന്ന യുവാവുമായി ഒരു ചെറിയൊരു രഹസ്യബന്ധം ഇവർക്ക് രൂപീകരിക്കപ്പെടുന്നത്. ആ കലീം എന്ന് പറയുന്ന യുവാവുമായിട്ടാണ് ഇവർക്ക് ബന്ധം. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴിയെടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പോലീസ് അന്വേഷണങ്ങളിലൊന്നും
ഒരുപാട് യുവാക്കളുടെ പേരുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും കലീം എന്ന് പറയുന്ന യുവാവിന് എന്ത് ചെയ്യുന്നില്ല, പേര് അവിടെ ഉന്നയിക്കപ്പെടുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഈ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ കൂടുതലായിട്ടും ആളുകൾ പ്രത്യേകമായിട്ടും പറയുന്നത് കലീമുമായി ബന്ധമുണ്ട് എന്നാണ്. അപ്പം യുവതിക്ക് ആകെ ബന്ധമുണ്ടാവാൻ സാധ്യതയുള്ള ആളുടെ പേര് പറയുന്നുമില്ല, ബാക്കി പല ആൾക്കാരുടെ പേര് പറയുകയും ചെയ്യുന്നു. ആ നാട്ടിലും അല്ലെങ്കിൽ ആ പരിസരത്തുള്ള എല്ലാവരും വിരൽ ചൂണ്ടുന്നത് കലീമിലേക്കാണ്. പക്ഷേ ഈ യുവതി എന്ത് ചെയ്യുന്നില്ല, കലീമിനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ ആരോപണത്തിൽ കലീമിനെ കുറിച്ച് ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ആ ഒരു സ്ഥലത്തുള്ള ചെറിയൊരു രാഷ്ട്രീയ വിഷയം കൂടി അവിടെ വരുന്നുണ്ട്. 35 വർഷത്തിന് ശേഷം ഒരു മുസ്ലിം ഒരു നവാബ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. അതിലുള്ള വൈരാഗ്യം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ BJP-ക്കാർക്കും സംഘപരിവാർക്കാർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് ഉണ്ടാക്കിയൊരു കേസാണ് ഇത് എന്നുള്ളതാണ് അതിലേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, 18 മാസങ്ങൾക്ക് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി 2015 ഡിസംബർ 6 ദ ഹിന്ദു പത്രത്തിലൊരു ഫോട്ടോ വരികയാണ്. ആ ഫോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കലീമും അതേപോലെ തന്നെ ഷാലു ത്യാഗി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയും വിവാഹിതരായതിൻ്റെ വാർത്തയാണ്. അപ്പം മീററ്റിലെ വളരെ വിവാദമായിട്ട് ലവ് ജിഹാദ് ആരോപിക്കപ്പെട്ട ആ സ്ത്രീ പേര് കൊടുക്കാത്ത, എന്നാൽ മറ്റു പലരും സാഹചര്യ തെളിവുകൾ പ്രകാരം പറഞ്ഞ, എന്നാൽ യുവതി പറയാത്ത ആണുമായിട്ട് എന്ത് ചെയ്യുന്നു, വിവാഹം ചെയ്യുന്നു. എന്നാൽ അതേസമയത്ത് മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനോടുള്ള വിയോജിപ്പ് കൊണ്ട് തന്നെ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ, മറ്റു പലരും ഉന്നയിച്ചതുകൊണ്ട് തന്നെ കലീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന 2 ആഴ്ചക്കുള്ളിൽ ഈ ഒരു കാര്യം നടക്കൂല. എക്ടോപിക് പ്രഗ്നൻസിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്, ഗർഭഛിദ്രമല്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേരെ വൈരുദ്ധ്യമാണ്. അവസാനമാണെങ്കിൽ ഇവരാണെങ്കിൽ പോയിട്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഷാലു ത്യാഗി എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് പറയുന്നതെന്ന് ചോദിച്ചാൽ, അവർ തന്നെ സ്വന്തം വിവരപ്രകാരം തന്നെ ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല എന്ന് പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എനിവേ, അങ്ങനെ 2014 ഒക്ടോബറിൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോലീസിനെ സമീപിച്ച് കൂട്ടബലാത്സംഗത്തിൻ്റെയും തട്ടിക്കൊണ്ടുപോകലിൻ്റെയും ആരോപണം പിൻവലിക്കുന്ന ലിഖിത മൊഴി എന്ത് ചെയ്യാണ്, ഈ ഷാലു ത്യാഗി കൊടുക്കാൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ സ്ത്രീ അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താ സംഭവിച്ചത്, ഈ സ്ത്രീക്ക് കലീം എന്ന് പറയുന്ന മുസ്ലിം യുവാവുമായി പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയമുള്ളത് സ്വാഭാവികമായിട്ട് നാട്ടിലൊക്കെ പറക്കും. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു മുസ്ലിം നവാബ് ഉണ്ടാകുന്നത്. അതിൻ്റെ രാഷ്ട്രീയ പകയൊക്കെ ഈ സംഘപരിവാറുകാർക്കുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ മുസ്ലിം യുവാവുമായി പ്രണയത്തിലുണ്ടായിരുന്ന പെണ്ണിൻ്റെ കുറിച്ച് അവർക്ക് ഈ എക്ടോപിക് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സർജറിയും കൂടി നടക്കുന്നു, അല്ലെങ്കിൽ അതിന് ആശുപത്രിയിൽ സമീപിച്ചു എന്തുകൂടി അറിയുന്നതോടുകൂടി ഇതിനെക്കുറിച്ചൊരു പുതിയ കഥ ഉണ്ടാക്കാൻ 2 ആഴ്ചയോളം എന്ത് ചെയ്യാണ്, ഇവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. അങ്ങനെ ചെയ്തു, ഒരുപാട് മുസ്ലിം യുവാക്കൾ ചെയ്തു. അവിടെ പോലും ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നില്ല, ഈ പ്രണയിക്കുന്ന ആളുടെ പേര് പറയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ മൊത്തത്തിൽ പൊളിയാനുള്ള കാരണമായത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, മൊഴി കൊടുക്കുന്നു. അങ്ങനെ ബലാത്സംഗം നടന്നിട്ടില്ല, തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആരോപണം പിൻവലിക്കുന്ന മൊഴി നൽകുകയാണ്. ബലാത്സംഗ പരാതി നൽകാൻ തന്നെ നിർബന്ധിച്ചത് പിതാവാണെന്ന് ഷാലു എന്ത് ചെയ്യാണ്, പോലീസിനോട് പറയുകയാണ്. വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരനോടൊപ്പം ഞാൻ പോയത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നുള്ളത് കൂടി അവർ ആ മൊഴിയിൽ പറയുകയാണ്. ഇനി മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള അടുത്ത ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കേസ് വിളിച്ചു വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രാദേശിക BJP നേതാവ് വിനീത് അഗർവാൾ ഇവരുടെ കുടുംബത്തിന്, ഈ ഷാലുവിൻ്റെ കുടുംബത്തിന് 25,000 രൂപ നൽകിയിരുന്നു എന്നുള്ളത് അവർ പറയാണ്. കൂട്ടബലാത്സംഗ ആരോപണത്തിൽ ഉറച്ചു നിന്നാൽ കൂടുതൽ പണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആരുടെ താല്പര്യമാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു വാർത്തയിൽ പ്രകാരം അഗർവാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കുടുംബത്തിന് പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കാരണമായിട്ട് പറയുന്നത് അവർ സാമ്പത്തികമായി ദുർബലരായതുകൊണ്ട്, വളരെ നിഷ്കളങ്കാണ് കേട്ടോ, ദുർബലരായതുകൊണ്ട് പൈസ കൊടുത്തതാണെന്നുള്ള. അപ്പോൾ ഇങ്ങനെ പൈസ കൊടുത്ത് കുടുംബത്തെ കൊണ്ട് പറയിപ്പിച്ച ഒരു കേസാണെന്ത്, വളരെ വ്യാപകമായി, ഇന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാളും വ്യാപകമായി അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന മീററ്റ് ലവ് ജിഹാദ് കേസ്. അവസാനം എന്തായി, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്തു, പോലീസിൽ പോയി ആ മൊഴിയൊക്കെ തിരിച്ചു പറഞ്ഞ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ആളുടെ കൂടെ വിവാഹം കഴിഞ്ഞ് ജീവിക്കുകയും ചെയ്തു. 2015 എന്ത് ചെയ്തിട്ടുള്ളത്, കലീമിന് ജാമ്യം ലഭിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു, അവർ വിവാഹം കഴിച്ചു. പക്ഷേ ആ വിവാഹത്തിൽ എന്ത് ചെയ്തു, കലീമിൻ്റെ മാതാപിതാക്കൾ പങ്കെടുത്തിരുന്നു, പക്ഷേ ഷാലുവിൻ്റെ മാതാപിതാക്കൾ വിട്ടുനിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഇത് ഒരു പ്രണയമാണ് അല്ലേ, ഒരു പ്രണയമാണ്.
ഒരു ഹിന്ദു മുസ്ലിമിനെ പ്രണയിച്ചു, അവർ വിവാഹം കഴിക്കാൻ പോയി, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, കുറച്ച് പൊളിറ്റിക്സ് കയറ്റി ഇങ്ങനെയുള്ളൊരു വിവാദം ഉണ്ടാക്കി. അതെല്ലാം പിന്നീട് തിരുത്തി പറഞ്ഞു. പക്ഷേ ഈ തിരുത്തി പറഞ്ഞതോ ഈ പറഞ്ഞ പിന്നെ പൈസ കൊടുത്തതോ മറ്റു കാര്യങ്ങളോ പിന്നീട് വലിയ ചർച്ചയായിട്ട് വരിക, അത് 2-3 ആൾക്കാർ അവിടെ നിന്ന് കുറച്ച് ചർച്ച ചെയ്യും എന്നുള്ളതിനപ്പുറത്തേക്ക് ആ മുമ്പുണ്ടായതുപോലുള്ളൊരു വിവാദമായി അത് വരില്ല, അല്ലേ? ഇതാണ് ഒരു കേസ്. അപ്പോൾ ആ കേസിൻ്റെ കഥ ഇതാണ്. അവർ പിന്നെ പ്രണയിച്ചു, അവർ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വളരെ ആസൂത്രിതമായി ബലാത്സംഗം ചെയ്തു, കൂട്ടബലാത്സംഗം ചെയ്തു. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കേസ് ഇവർ പൊതുവെ പറയാറുള്ളൊരു കേസാണ് കശ്മീരിലുള്ള സിഖുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കശ്മീർ ലവ് ജിഹാദ് ഔട്ട് ബ്രേക്ക് എന്ന് പറയാം. ഒരുപാട് കേസ് ഒരുമിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ അടക്കുന്ന ലവ് ജിഹാദ് ഹാസ് സ്പ്രെഡ് ഇറ്റ് വിങ്സ് ഇൻ കശ്മീർ. A 17-year Sikh girl converted and forcefully married with a 55 years man. അതെന്ന് വെച്ചാൽ 55 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാൾ 17 വയസ്സുള്ള ഒരു സിഖ് പെൺകുട്ടിയെ എന്ത് ചെയ്തു, പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ കൺവേർട്ട് ചെയ്തു, കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 55 വയസ്സുള്ള ആൾ 17 വയസ്സുള്ള കുട്ടീനെ കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര, അതാണ് അതിൽ ആ ഒരു ഏജ് ഡിഫറൻസ് ആണ് പ്രധാന പ്രശ്നമാക്കാനൊക്കെ ശ്രമിച്ചത്. ഇങ്ങനെ ഇതിൽ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, പൊതുവേ ലവ് ജിഹാദ് പറയുന്നത് ഹിന്ദുക്കളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കൾ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചോളി, സിഖുകാരെയും കൊണ്ടുപോകും എന്നൊക്കെ പറയാൻ വേണ്ടിയൊക്കെ അത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കേസാണ് ആദ്യം വരുന്നത്. ആ കേസ് വന്നതിന് ശേഷം പിന്നീട് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് 2-3 കേസുകൾ കൂടി അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒരു ലവ് ജിഹാദ് ഔട്ട് ബ്രേക്ക്, ഈ കൊറോണ ഔട്ട് ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ലവ് ജിഹാദ് ഔട്ട് ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നു, മൊത്തത്തിൽ ഇങ്ങനെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ വ്യാപകമായി കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഈ കേസും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്താ മനസ്സിലാവുക, ഓരോന്നായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ജമ്മു കാശ്മീരിലെ ചെറിയ സിഖ് സമുദായത്തിലെ സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കേസ്, മൻമീത് കൗർ 19 വയസ്സുള്ള യുവതി സോയ എന്ന പേര് സ്വീകരിച്ച് ഷാഹിദ് ഭട്ടിനെ വിവാഹം കഴിച്ചു. ഭട്ട് തട്ടിക്കണ്ടു പോകൽ, അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾക്ക് അറസ്റ്റിലാവാണ്. ഇതാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വന്ന പോസ്റ്റും കാര്യങ്ങളുടെ ഒക്കെ ഒരു തുടക്കം ഇതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഒന്നാമത്തെ ഒരു കാര്യം, ഈ പിന്നെ ഷാഹിദ് ഭട്ട് അയാൾ 55 വയസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണങ്ങളുടെ തുടക്കം. പക്ഷേ ഇയാൾക്ക് 29 വയസ്സായിരുന്നു. 29 വയസ്സുള്ള ഭട്ട് 19 വയസ്സുള്ള 17 അല്ല 19 വയസ്സുള്ള മൻമീത് കൗറിനെ വിവാഹം കഴിച്ചതാണ് സംഭവം. പക്ഷേ എന്ത് ചെയ്തു, അതിനെ 17 വയസ്സും 55 വയസ്സും ആക്കിയിട്ട് മാറ്റി. അപ്പോൾ കുറച്ചുകൂടി ഒരു എരിവും പുളിയും ഒക്കെ കിട്ടുമല്ലോ, അങ്ങനെ മാറ്റും. ഇതാണ് ഒരു കേസ്. എന്നാൽ ഇത് ഒരു കേസ് മാത്രമാകുമ്പോൾ ഒരു എരിവും പുളിവും കുറവായിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ വരികയാണ്. ദാൻമീത് കൗർ 28 വയസ്സുള്ള ദാൻമീത് കൗർ, അതുപോലെ തന്നെ ഖദീജ എന്ന് പേര് മാറ്റിയ വിരൺപാൽ കൗർ, ഇവർ മുമ്പ് വിവാഹം കഴിഞ്ഞ 2 കേസുകളാണ്. അതിനെയും കൂടി എന്ത് ചെയ്തു, ഇതിനോട് കൂട്ടിച്ചേർത്തു. അപ്പം ഓൾറെഡി ഉള്ള മൻമീത് കൗറിൻ്റെ ഒരു കേസ്, അതിൻ്റെ വയസ്സൊക്കെ പെണ്ണിൻ്റെ വയസ്സ് കൂട്ടുകയും പെണ്ണിൻ്റെ വയസ്സ് കുറയ്ക്കുകയും ആണിൻ്റെ വയസ്സ് കൂട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ അതിനോട് ചേർത്തിട്ട് ദാൻമീത് കൗറിൻ്റെയും വിരൺപാൽ കൗറിൻ്റെയും കേസും കൂടി കൂട്ടി. അപ്പോൾ 3ഓളം അല്ലേ, അപ്പോൾ വളരെ വ്യാപകമായ സിഖ് കൺവേർഷൻ നടക്കുന്നു എന്നുള്ളതൊക്കെയായി. സ്വാഭാവികമായിട്ടും അകാലിദൾ നേതാവ്, പിന്നീട് BJP നേതാവായിട്ടുള്ള മഞ്ജിന്ദർ സിംഗ് സിർസ എന്ത് ചെയ്യുകയാണ്, UP മധ്യപ്രദേശ് മാതൃകയിൽ കാശ്മീരിലും ലവ് ജിഹാദ് വിരുദ്ധ നിയമം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ അവർ ട്വീറ്റ് ചെയ്യാൻ, മഞ്ജീന്ദർ സിംഗ് സിർസയുടെ ട്വീറ്റാണ് ഈ പറഞ്ഞ പിന്നെ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിഖുകാരനെ തന്നെ വിവാഹം കഴിപ്പിക്കുന്ന ഫോട്ടോ ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ട്വീറ്റൊക്കെ പുറത്തു വരികയാണ്. ഈ 3 സ്ത്രീകളും, അതായത് മൻമീത് കൗർ, അതുപോലെ തന്നെ ദാൻമീത് കൗർ, അതുപോലെ തന്നെ വിരൺപാൽ കൗർ, ഈ 3 സ്ത്രീകളും അവർ പരസ്യമായി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് മതം മാറിയത്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് വിവാഹം കഴിച്ചത്, അതേപോലെ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളത് അവർ പറയാണ്. ഇതിൽ ഒന്നാമത്തെ കേസ്, മൻമീത് കൗർ സ്വയം കുടുംബവും സമുദായവും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു സിഖ് പുരുഷനുമായി എന്ത് ചെയ്തു, വിവാഹം കഴിപ്പിച്ചു. സിർസ അതിനെന്ത് ചെയ്തു, ആഘോഷ ട്വീറ്റ് ഇട്ടതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ മൻമീത് കൗറിൻ്റെ വിഷയം, പിന്നെ ഷാഹിദ് ഭട്ടിനോടുള്ള ആ ഒരു റിലേഷൻ അത് ഒഴിവാക്കിപ്പിക്കുകയും നിർബന്ധിച്ചുകൊണ്ട് സിഖുകാരനെ തന്നെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് മഞ്ജീന്ദർ സിംഗ് എന്ത് ചെയ്തിട്ടുള്ളത്, ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ദാൻമീത്തിന് ഭീഷണി വന്നത് മുസ്ലിം ഗൂഢാലോചനക്കാരനല്ല, മറിച്ച് സിഖ് സമുദായത്തിൽ തന്നെയാണ്. കൊലപാതകം നടത്തും, അല്ലെങ്കിൽ ആസിഡ് ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി വരുന്നു. ഈ ഖദീജ, 3ാമത്തെ കേസായിട്ടുള്ള ഖദീജ, വിരൺപാൽ കൗർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ
ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്ത്, ഞാൻ അങ്ങനെയല്ല, ഈ പറയുന്നത് പോലെയല്ല കേസ്, ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത്, കശ്മീരിലെ മുസ്ലിം സിഖ് സാഹോദര്യം അത് തകർക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? കശ്മീരിൽ വ്യാപകമായ സിഖ് കൺവേർഷൻ എന്ന് പറയുന്നതിൽ എന്താ 3 കേസാണ് ഉള്ളത്. അതിൽ ഒന്ന്, ഒരു 19 വയസ്സുകാരി 29 വയസ്സുകാരനെ പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെ ശ്രമിച്ചപ്പോൾ കുടുംബം ഇടപെടുകയും അത് തടയുകയും ഈ പുരുഷനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഒരു സിഖുകാരനെ തന്നെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതാണ് ഒരു കേസ്. 2ാമത്തെ കേസും 3ാമത്തെ കേസും നേരത്തെ നടന്ന വിവാഹങ്ങളാണ്. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചത്? ഇത് വളരെ ആസൂത്രിതമായി നടന്ന കാര്യമൊന്നുമല്ല. ഒരു മുസ്ലിം പുരുഷൻ ഒരു സിഖ് വനിതയെ പ്രണയിച്ചു, അവർ വിവാഹത്തിലേക്ക് എത്തിച്ചു. ഇതാണ് സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് വളരെ ആസൂത്രിതമോ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം ഒരു കേസ് ഇങ്ങനെ കിട്ടിയപ്പോൾ അതിൽ അവരുടെ കുടുംബക്കാരതിനെതിരാണെന്ന് കണ്ടപ്പോൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വേറെ 2 കേസുകൾ കൂടി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് സിഖ് കൺവേർഷൻ അല്ലെങ്കിൽ സിഖ് ലവ് ജിഹാദ്, കശ്മീർ ലവ് ജിഹാദിൻ്റെ അവസ്ഥ. ഇനി 2022 അഫ്താബ് ശ്രദ്ധ കേസ്, ഇതും വലിയ രൂപത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു കേസായിരുന്നു, ലവ് ജിഹാദ് കേസായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അഫ്താബ് പൂനാവാല 28 വയസ്സുകാരനായ അഫ്താബും ശ്രദ്ധ വാൽക്കറെ 27 വയസ്സായിരുന്നു. എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അഫ്താബ് ശ്രദ്ധയെ കൊലപ്പെടുത്തി മൃതദേഹം ഈ 35 കഷ്ണങ്ങളാക്കി വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഒരു കേസ്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഫ്താബും ശ്രദ്ധയും അവർ ഡേറ്റിംഗ് ആപ്പുകൾ വഴി പരസ്പരം പരിചയപ്പെടുകയും മുംബൈയിൽ താമസിച്ചതിന് ശേഷം 2022 മെയ്യിൽ ഡൽഹിയിലേക്ക് മാറിയ ലിവിങ് ടുഗദർ കപ്പിൾസാണ്. എന്നാലോചിച്ച് നോക്കുക, ഇസ്ലാമിൽ വിവാഹം കഴിക്കാതെ നേരത്തെ ഈ ലവ് ജിഹാദ് അതിനൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താ? ഒരു അന്യ സ്ത്രീയെ പിന്നെ പ്രണയം നടിക്കുന്നു, അവരുമായിട്ട് ഒരുമിച്ച് കൂടുന്നു, അങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്. അതിനൊക്കെ അപ്പുറത്ത് വിവാഹത്തിനപ്പുറത്തുള്ള ഒരു ബന്ധം, ഒരു ദാമ്പത്യ ബന്ധം, ലിവിങ് ടുഗദർ പോലെയുള്ള സംവിധാനങ്ങൾ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാനേ പറ്റൂല. അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു 2 ആൾക്കാർ, അഫ്താബും ശ്രദ്ധയും, അവർ ലിവിങ് ടുഗദർ ആയിരുന്നു. ആ ലിവിങ് ടുഗദറിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? അഫ്താബ് ശ്രദ്ധയെ കൊലപ്പെടുത്തി 35 കഷ്ണാക്കിയിട്ട് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഈ സംഭവം ഇത് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? അല്ല. ഇത് തെറ്റല്ലേ? തെറ്റാണ്. പക്ഷേ ഇതിന് ലവ് ജിഹാദും എന്താ ബന്ധം? 2 ആൾക്കാർ, അതിൽ ഒന്ന് മുസ്ലിം ആയിപ്പോൾ ഒന്ന് ഹിന്ദു ആയിപ്പോയി, അവരൊരുമിച്ച് ജീവിച്ചു, ലിവിങ് ടുഗദർ ചെയ്തു. എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ ഈ അഫ്താബ് ശ്രദ്ധയെ കൊന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഏതുവരെയും ചോദിച്ചാൽ ഇത് വളരെ വ്യാപകമായി ലവ് ജിഹാദായി ചിത്രീകരിക്കപ്പെടുന്ന ട്വീറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അഫ്താബും ശ്രദ്ധയും. ആലോചിച്ച് നോക്കുക, അവിടെ മതം മാറ്റമോ മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. 2 ആൾക്കാർ ലിവിങ് ടുഗദർ ആയി ജീവിച്ചു, കൊലപ്പെടുത്തി 35 കഷ്ണങ്ങളാക്കി പിന്നെ പല സ്ഥലങ്ങളായി തള്ളി. ഇതാണ് സംഭവിച്ചത്. അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ലവ് ജിഹാദ് വിരുദ്ധ കർശന നിയമം പിന്നെ ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണമായിട്ട് ഉന്നയിച്ചതും ഈ പറഞ്ഞ അഫ്താബിൻ്റെ ശ്രദ്ധയുടെയും കേസാണ്. ഇവിടെ ഒന്നാമത്തെ ഒരു കാര്യം, ഇത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് മതപരമായ ഐഡൻറ്റിറ്റിക്കപ്പുറം ഗൂഢാലോചനയ്ക്ക് യാതൊരു തെളിവും ഇതിനില്ല എന്ന് മാത്രമല്ല, ശ്രദ്ധ ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടാനില്ല. അവർ ലിവിങ് ടുഗദർ ആയിരുന്നു. ഇവിടെ ആകെയുള്ള ഇതെന്താ? ആണ് മുസ്ലിമും പെണ്ണ് ഹിന്ദു ആണെന്നുള്ള കേസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. പോലീസ് കണ്ടെത്തലിനനുസരിച്ച് കുറ്റകൃത്യത്തിന് മതപരമായ യാതൊരു മാനവും ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ലവ് ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ നിർവചനം തന്നെ എന്താ? ഹിന്ദു സ്ത്രീകളെ വശീകരിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ആ നിലക്കുള്ളൊരു മതം മാറ്റമേ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹിന്ദു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത് ആ ലക്ഷ്യവുമായി ഒരു നിലക്കും പൊരുത്തപ്പെടുന്നില്ല. കാരണം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. കൺവേർട്ട് ചെയ്ത് മുസ്ലിമായി ജീവിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഇവിടെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അപ്പം പുരുഷൻ മുസ്ലിമും സ്ത്രീ ഹിന്ദുവുമായാൽ ഏത് ലിംഗക്കുറ്റത്തിനും ലവ് ജിഹാദ് എന്ന് പറയുന്ന ലേബൽ അത് കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അറ്റ്ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇതന്നെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള കേസിലടക്കം നമുക്ക് കാണാൻ പറ്റുന്നത്. പുരുഷൻ മുസ്ലിമും സ്ത്രീ ഹിന്ദു ആണെങ്കിൽ അത് എന്ത് സംഭവിച്ചു, അത് കൊലപാതകമാണെങ്കിലും അത് ചീറ്റിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ വിവാഹമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിൽ അതൊക്കെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ലേബൽ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത ഒരു കേസാണ് ഹാദിയ കേസ്. അല്ലേ? ഹാദിയ കേസിൽ എന്താ സംഭവിച്ചത്? അവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആരോപണത്തിന് തന്നെ യാതൊരു സാങ്കത്യവും ഇല്ല. 2016 23 വയസ്സുള്ള അഖില എന്ത് ചെയ്യാണ്? ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തുകൊണ്ട് ഹാദിയാവുന്നത്. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല.
അവിടെ മുസ്ലിം സുഹൃത്തുക്കളുടെ പ്രാർത്ഥനാ ചടങ്ങുകളും നിസ്കാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനോടൊരു ആകർഷണം തോന്നി. ആ ഏക ദൈവത്തെക്കുറിച്ച് പഠിച്ചു, അതിനെക്കുറിച്ച് അന്വേഷിച്ചു, പഠിച്ചു, മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചതാണ് സംഭവം. 2016 ആണ് അത് സംഭവിക്കുന്നത്. പിന്നീട് പിന്നെ ഈ മതം മാറ്റത്തിനൊക്കെ ശേഷം, അതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരാളുടെ അവകാശമാണ് എന്ത് ചെയ്യും മതം മാറുക എന്നുള്ളത്. അതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇവർ ഇസ്ലാമിലേക്ക് വന്നു. ശരി, ഇനി ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇവർക്കൊരു കല്യാണം ആലോചിക്കുന്നു. കല്യാണം ആലോചിക്കുമ്പോൾ ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രവർത്തകനാണ് അയാൾ. അപ്പോൾ ഷെഫിൻ ജഹാനെ അവരെന്ത് ചെയ്യുന്നു, വിവാഹം കഴിക്കുന്നു. മതപരിവർത്തനത്തിന് ശേഷം ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വിവാഹം നടക്കുന്നത്. അപ്പം മതപരിവർത്തനത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് നടത്തുന്ന വിവാഹം എങ്ങനെയാണ്? ആദ്യം തന്നെ പ്രണയവും പിന്നെ മതപരിവർത്തനമൊക്കെ അതിനായിട്ട് ബന്ധപ്പെടുക, ഒരു തരത്തിലും അതിലൊരു ബന്ധമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് പിന്നെ 2017 പിതാവിൻ്റെ ഹർജിയിൽ, അശോകൻ്റെ ഹർജിയിൽ കേരള ഹൈക്കോടതി വിവാഹം റദ്ദാക്കുന്നത്, ഹാദിയെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലേക്ക് അയക്കുന്നത്. ആ രംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ജനലിലൂടെ പിടിച്ചു നിൽക്കുന്ന ഹാദിയുടെ ചിത്രമൊക്കെ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അതിന് ശേഷം 2017 അവരുടെ കേസും കേരളത്തിലെ മിശ്രമത വിവാഹങ്ങളുടെ വിശാല വിഷയവും അന്വേഷിക്കാൻ സുപ്രീം കോടതി NIAയോട് ഉത്തരവിടുന്നു. 2018 മാർച്ചിൽ സുപ്രീം കോടതി വിവാഹം പുനഃസ്ഥാപിക്കുന്നു. വിവാഹത്തിലെ എഴുതുമ്പം വിവാഹം കഴിക്കണോ വേണ്ടയോ, ആരെ വിവാഹം കഴിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തികൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്താണ് എന്ന് പറയുന്ന വളരെ പിന്നെ പ്രസിദ്ധമായ വിധി അവിടെ നിന്നാണ് വരുന്നത്. 2018 ഒക്ടോബറിൽ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം NIAയുടെ അന്വേഷണത്തിൽ ഗൂഢാലോചനയുടെ തെളിവുകൾ ഒന്നും കണ്ടെത്തിയില്ല എന്ന് NIA റിപ്പോർട്ടും വരുന്നു. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? ഒരാൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആരാധനയും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് മതം മാറുന്നു. ആ മതം മാറിയതിനു ശേഷം സ്വാഭാവികമായിട്ടും അവരിപ്പോൾ മുസ്ലിമായ ഒരാളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തി 1 വർഷത്തിന് ശേഷം ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നു. അതാണ് സംഭവിച്ചത്. ഈവൻ ഇപ്പോൾ അവർ വിവാഹമോചനം ചെയ്തു എന്നാണ് എൻ്റെ അറിയപ്പെടുന്നത്. അതോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സ്ഥിരപ്പെടുകയാണ്. അവരുടെ മതം മാറ്റം വിവാഹത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ, ഹാദിയുടെ മതം മാറ്റം വിവാഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുകൊണ്ടോ ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പം വിവാഹമോചനം ചെയ്യുമ്പോൾ എങ്കിലും അവർക്ക് പിന്നീട് ആ പ്രണയമില്ലല്ലോ, പിന്നെ ആ ബന്ധമില്ലല്ലോ. അപ്പോൾ വീണ്ടും തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് പോകല്ലേ വേണ്ടത്. അവിടെ വളരെ ക്ലിയറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺസേൺ എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ ആദർശമായിരുന്നു. അത് പഠിച്ച് അത് സ്വീകരിക്കണമെന്ന് വിചാരിച്ച ആളാണ് ഈ അഖില ഹാദിയ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു വിവാഹം കഴിച്ചു. അത് സ്വാഭാവികമായി പല വിവാഹങ്ങളും ഫെയിലിയർ ആകുന്നത് പോലെ അത് ഫെയിലിയർ ആകുന്നു. അവർ മറ്റ് തരത്തിൽ അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന കേസിന് എന്താണ് ഒരു അടിസ്ഥാനമുള്ളത്? ഇവിടെയും ഞാൻ വീണ്ടും പറയുന്നു, മതം മാറ്റത്തിന് ശേഷം 1 വർഷത്തിന് ശേഷം നടന്ന വിവാഹം പോലും ഈ ലവ് ജിഹാദിലേക്ക് പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആണ് പിന്നെ മുസ്ലിമും പെണ്ണ് ഹിന്ദുവും ആണെങ്കിൽ അത് ഏത് കേസും അങ്ങനെ ആവും എന്നുള്ളതിൻ്റെ ഒരു കേസായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ കേസുകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഹാദിയ കേസ്, കശ്മീർ കേസ്, അഫ്താബ് ശ്രദ്ധ, ഡൽഹി കേസ്, ഇതൊക്കെ നമുക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒരു പൊതുവായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കേസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു വിഷയമെന്ന് പറയുന്നത്, എന്നാലും ശരി, നേരത്തെ പറഞ്ഞ പല കേസുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, സിഖ് യുവതികളാണെങ്കിലും മറ്റ് പല ആൾക്കാരാണെങ്കിലും മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഓക്കെ, പ്രണയത്തിനൊന്നും നമ്മൾ ഇതിലൊന്നുമല്ല. അത് പിന്നെ ഈ പറഞ്ഞ വ്യത്യസ്തമായ മതങ്ങളിൽപ്പെട്ടവരാണെങ്കിലും അവർ പ്രണയിക്കട്ടെ, ഒരുമിച്ച് ജീവിക്കട്ടെ, വിവാഹം കഴിക്കട്ടെ, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തിനാണ് മതം മാറുന്നത്? ഇതാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് മാത്രമൊന്നല്ല. പല കേസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം പല കേസിലും സംഭവിക്കുന്നത് ഹിന്ദുക്കൾ ക്രൈസ്തവരായി മാറുന്നുണ്ട്, ക്രൈസ്തവർ ഹിന്ദുക്കളായി മാറുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ആണിൻ്റെ മതത്തിലേക്ക് പെണ്ണ് മാറുക എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും ആണിൻ്റെ വീട്ടിലായിരിക്കും പിന്നീട് ഇവർ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെയുള്ളൊരു പൊരുത്തത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ മിക്കവാറും പെണ്ണ് മതം മാറുന്ന കേസ് ഉണ്ടാകുന്നത്. തിരിച്ചും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഏതെങ്കിലും ഒരാളുടെ മതത്തിലേക്ക് മാറുക എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് പരിശോധിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകത്തിൽ പ്രധാനമായും നമുക്ക് കിട്ടുന്നൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, അതിനാദ്യം അവർ കണക്കുകൾ കൊടുക്കുന്നുണ്ട്. 2.6% ആണ് ഇന്ത്യൻ വിവാഹങ്ങൾ മിശ്രമതത്തിലുള്ളത്. അതായത് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം ചെയ്യുന്നത് 2.6%. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 15-16 സർവേ വെച്ചിട്ടാണ്. അപ്പം ഈ 2.6% ആകെ മിശ്ര വിവാഹങ്ങൾ നടക്കുന്നത്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ കൺവേർഷൻ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? അവിടെയാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുരുക്ക് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ദമ്പതികൾക്ക് മതം മാറാതെ വിവാഹം കഴിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു നിയമമാണ് 2054 സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത്. ആ ഒരു ആക്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ
ഇവരിങ്ങനെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് 30 ദിവസത്തെ ഒരു പൊതു നോട്ടീസ് എന്ത് ചെയ്യും, അത് അവിടെ പതിക്കും. ഇത് പ്രശ്നം സംഭവിച്ചതെന്താ വെച്ചാൽ, ഈ പൊതു നോട്ടീസ്, രജിസ്ട്രാർ നോട്ടീസ് ബോർഡുകളിലും അതുപോലെ തന്നെ പൊതു സ്ഥലങ്ങൾ ആ രൂപത്തിലുള്ള ഈ നോട്ടീസ് പതിക്കുന്നതോടുകൂടി ഇത് ഇവർക്കെതിരെയുള്ള ഒരു ആയുധമായി മാറാൻ തുടങ്ങി. അതായത് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആണും പെണ്ണും വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസം നോട്ടീസ് പതിക്കണം. അതിനുശേഷം വിവാഹം നടക്കുള്ളൂ. ഈ നോട്ടീസ് എന്ത് ചെയ്തു, പിന്നെ ആൾക്കാർ ഫോട്ടോ എടുത്ത് വാട്സപ്പിലൂടെ അയച്ചുകൊണ്ടും, അതേപോലെ തന്നെ പ്രത്യേകിച്ചും മോഡി യോധി സമർത്ഥ കാ മഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. ഈ പേജുകൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിമും ഹിന്ദുവും അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ എവിടെയെങ്കിലും വിവാഹം കഴിക്കുന്ന നോട്ടീസ് കണ്ടാൽ അപ്പം തന്നെ അത് ഫോട്ടോ എടുത്ത് അയക്കുന്നു. ഈ പറഞ്ഞ വ്യക്തികൾക്ക് അതൊരു പ്രശ്നമാവാൻ തുടങ്ങി. ഇതാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ സംഭവിച്ച പ്രധാന വിഷയം. അതിനുശേഷം ഈ 30 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ആളുകളെ, ഈ ആണിനെയും പെണ്ണിനെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടെത്തി പീഡിപ്പിക്കാൻ ലവ് ജിഹാദ് വിരുദ്ധ സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കുന്നു, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കാനുള്ളതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. പക്ഷെ അതുവഴി ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് നോട്ടീസ് വരും. നോട്ടീസ് വാട്സപ്പിലൂടെ പറക്കും, ആൾക്കാർ വരും, ഇവരെ ഉപദ്രവിക്കും, മിക്കവാറും ആ വിവാഹം നടക്കാതാവും. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഈ പ്രണയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും വിവാഹം നടക്കാനല്ലോ വേണ്ടത്. അപ്പോൾ അവിടെ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് വഴിയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറിക്കൊണ്ട് വിവാഹം ചെയ്യുന്നൊരവസ്ഥ ഈ പ്രണയത്തിലുള്ള ആളുകൾക്കുണ്ടായത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് എന്തുകൊണ്ട് മതം മാറുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് മുസ്ലിങ്ങളിലേക്ക് മാത്രമല്ല എല്ലാവരിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ്, ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ഈ നോട്ടീസ് കുരുക്കാണ് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ ഇവർ കണ്ടെത്തിയതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല പിന്നെ അതിന് തുടർച്ചയായിട്ട് പുതിയ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ കൂടി വരികയാണ്. ഇപ്പോൾ വിവാഹം മുഖേനയുള്ളതോ വിവാഹത്തിന് ആയുള്ളതോ ആയിട്ടുള്ള മതപരിവർത്തനം 60 ദിവസത്തെ നോട്ടീസ് കാലാവധിയോടുകൂടി കുറ്റകരമാക്കുന്ന നിയമങ്ങളുണ്ടാകുന്നു. അങ്ങനെ എല്ലാ നിലക്കും ഒരു പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ വിവാഹം നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് കുരുക്ക് മറികടക്കാനാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഏതെങ്കിലും ഒരാളുടെ മതത്തിലേക്ക് മാറിക്കൊണ്ട് അപ്പം എന്താ ഇത് ഒരേ മതത്തിൽപ്പെട്ടവരായി അത് പിന്നെ സ്വാഭാവിക വിവാഹങ്ങൾ നടക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വളരെ ജനറൽ ചെയ്തുകൊണ്ട് പിന്നെ മുസ്ലിം ആണെങ്കിൽ എന്തായാലും മതം മാറ്റും എന്ന് പറയുന്നില്ല. മിക്കവാറും കേസുകളിൽ മതം മാറ്റം നടക്കാനുള്ള കാരണം ഒന്ന് ഈ പറഞ്ഞ ഫാമിലി പൊരുത്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നമ്മുടെ സാമൂഹികമായി നിലനിൽക്കുന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. രണ്ടാമത്തത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ ഈ ഒരു കുരുക്ക്, ഇതാണ് ഇതിൻ്റെ കാരണം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ ഇവർ പ്രധാനമായും കണ്ടെത്തലായിട്ട് പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമങ്ങൾ ഇവർ പരിശോധിച്ച് നോക്കിയപ്പോൾ UP-യിൽ ഫയൽ ചെയ്ത കേസുകൾ 427 2021 ജനുവരി മുതൽ 2023 ഏപ്രിൽ വരെ ഈ പറഞ്ഞ അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ആക്ട് പ്രകാരം കേസുകൾ പിന്നെ എടുത്തിട്ടുള്ളത് 427. അതിൽ 833 അറസ്റ്റുകളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ ഈ പ്രധാന കേസുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ 5-ൽ 0 കേസുകൾക്ക് മാത്രമാണ്, എന്ന് വെച്ചാൽ ഒരു കേസിന് പോലും എന്തില്ല, ഗൂഢാലോചനക്ക് തെളിവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഓരോ കേസുകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഈ പ്രധാന 5 കേസുകൾ UP-യിലെ ഹൈലൈറ്റ് കേസസ് എന്ന് പറയുന്ന 5 കേസുകൾ അത് നമ്മൾ ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ ഇതന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തത് ജിബ്രായിൽ, അതുപോലെ തന്നെ നീതു, സീതാപൂരുള്ള ജിബ്രായിലും നീതുവും തമ്മിലുള്ള കേസാണ്. അതിൽ ആരോപണം എന്ന് പറയുന്നത് അയൽവാസിയായ പണ്ഡിറ്റിൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ആളായിരുന്നു. പക്ഷേ റിപ്പോർട്ടിംഗ് നടത്തിയപ്പോൾ കണ്ടെത്തിയത് നീതു സ്വമേധയാ ഒളിച്ചോടിയെന്ന് മാതാപിതാക്കൾ പിന്നീട് സമ്മതിക്കുകയാണ്. അവരുടെ എതിർപ്പ് ജാതിയും മതവുമായിരുന്നു. അതായത് തങ്ങളുടെ ജാതിയിൽ പെടാത്ത, അല്ലെങ്കിൽ മാത്രമല്ല ഈ ജിബ്രായിൽ എന്ന് പറയുന്ന ഈ ആൾ അവിടെ പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ കുറച്ചും കൂടി ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ടീം കൂടി ആയതുകൊണ്ട് തന്നെ അവർക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈവൻ അവർ പറയുന്നത് കുറച്ചുകൂടി പിന്നെ സോഷ്യലി ഉയർന്ന തരത്തിലുള്ള മുസ്ലിങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള നിലക്കാണ്. ബജ്രംഗ് ദൾ എന്ത് ചെയ്യാണ്, പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയതിന് ശേഷമാണ് കുറ്റം ചുമത്തിയത്. ഈ കേസിൽ മാത്രം 13 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതാണ് സംഭവിച്ചത്. നീതു എന്ത് ചെയ്തിട്ടുള്ളത്, സ്വമേധയാ ഈ ജിബ്രായിലിൻ്റെ കൂടെ ഒളിച്ചോടിയതാണ് സംഭവം. അത് മാതാപിതാക്കളടക്കം സമ്മതിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഉവൈഷും ആശയും, ബറേലിയുള്ള ഉവൈഷ് ആശ കേസാണ്. സ്കൂൾ സഹപാഠിയായ ആശയെ മതം മാറി തന്നെ വിവാഹം കഴിക്കാൻ ഉവൈസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. പക്ഷേ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആശ 1 വർഷം മുമ്പ് ഹിന്ദു പുരുഷനെ വിവാഹം കഴിച്ചിരുന്നു. അതിനുശേഷം ബന്ധമൊന്നുമില്ല.
ഈ പറഞ്ഞ ഉവൈസുമായി യാതൊരു ബന്ധവുമില്ല. അത് പരിശോധിച്ചപ്പോൾ ഇവൻ കോടതി ജാമ്യം നൽകി. ആരോപിക്കപ്പെട്ട കുറ്റത്തിൻ്റെ തീയതി പരാതിയിൽ ഇല്ലായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വേറെ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആളാണ് ആശ. ഈ വിവാഹത്തിന് ശേഷം ഇവർ തമ്മിൽ ബന്ധമില്ല. ആ വിവാഹത്തിന് മുമ്പേ നടന്ന പ്രീ മറൈറ്റൽ അഫെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ആശയും ഉവൈസും തമ്മിലുണ്ടായിരുന്നത്. ആ വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന അഫെയറിൻ്റെ പേരിൽ അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം കേസ് കൊടുത്തതാണ് ഈ പറഞ്ഞ ബറേലി കേസ്. അടുത്തത് നദീം ആൻഡ് പാരുൾ കേസ് മുസാഫർ നഗറിൽ ഉണ്ടായിരുന്ന കേസാണ്. തൊഴിലാളി നദീം തൊഴിലുടമയെ യുടെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തുകയും മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. നദീം തൊഴിലാളിയാണ്. ഈ നദീമിൻ്റെ മുതലാളിൻ്റെ ഭാര്യയെയാണ് പാരുൾ അല്ലേ. അപ്പം ഏത് ബന്ധവും പാരുൾ നിഷേധിച്ചു. അതാണ് കണ്ടെത്തിയത്. ഗാർഹിക പീഡനത്തിനെതിരെ നദീം അവളെ സഹായിച്ചതിനാലാണ് ഭർത്താവ് അദ്ദേഹത്തെ വ്യാജമായി കേസിൽപ്പെടുത്തിയതെന്ന് പറഞ്ഞു. മതപരിവർത്തന ആരോപണങ്ങൾ ഭരണകൂടം തന്നെ പിൻവലിച്ചു. അപ്പം എന്താ സംഭവിച്ചു? മുതലാളി ഭാര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗാർഹിക പീഡനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഭാര്യയെ എന്ത് ചെയ്തു? ഈ നദീം എന്ന് പറഞ്ഞ തൊഴിലാളി എന്ത് ചെയ്തു? ചെറിയ രൂപത്തിലൊന്ന് സഹായിച്ചു കൊടുത്തു. ആ സഹായിച്ചതിന് ദേഷ്യം ആർക്കുണ്ട്? മുതലാളിക്കുണ്ട്. മുതലാളി എന്ത് ചെയ്തു? നേരെ കൊണ്ടുപോയി ലവ് ജിഹാദാക്കി. മാത്രമല്ല ഈ പാരുൾ ഏതെങ്കിലും രൂപത്തിൽ മതപരിവർത്തനം നടത്തിയതായിട്ടും ഒരു തെളിവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു, അതായത് എൻ്റെ ഭാര്യയെ ഞാൻ ഉപദ്രവിക്കുന്നതിന് നിനക്കെന്താടാ എന്ന് ചോദിക്കുന്ന സംഭവമാണിത്. അതാണ് കൊണ്ടുപോയിട്ട് ലവ് ജിഹാദാക്കിയത്. പിന്നെയുള്ളത് ഷബാബ് ആൻഡ് ആയുഷി കേസാണ്. ഷബാബും 13 ബന്ധുക്കളും ഒരു ലവ് ജിഹാദ് സംഘത്തിൻ്റെ ഭാഗമാണെന്നും ആയുഷിയുടെ ആസൂത്രിത വിവാഹത്തിൻ്റെ തലേന്ന് അവരെ മതം മാറ്റി, എന്നുവെച്ചാൽ നേരത്തെ തന്നെ നിശ്ചയിച്ച ആയുഷിയുടെ വിവാഹത്തിന് മുമ്പ് തലേന്ന് അവരെ മതം മാറ്റി എന്നുള്ളതാണ് കേസ്. എന്നാൽ സംഭവിച്ചത് ദമ്പതികൾ കൊൽക്കത്തയിലേക്ക് ഒളിച്ചോടി കാളി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരാകുന്നത്. ഷബാബും ആയുഷിയും വിവാഹിതരാകുന്നത് കാളി ക്ഷേത്രത്തിൽ വെച്ചാണ്. ഷബാബ് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് രാഹുൽ ഖാൻ എന്ന് പറയുന്ന പേര് മാറ്റിക്കൊണ്ടാണ് ജീവിച്ചത്. എന്നുവെച്ചാൽ ഇത് നേരെ റിവേഴ്സ് കേസാണ്. ആണ് പെണ്ണിൻ്റെ മതത്തിലേക്ക് മാറി ഹിന്ദുവായി രാഹുൽ ഖാനായി ജീവിച്ച കേസാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇത് അതും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ലവ് ജിഹാദായി വന്നിട്ടുള്ളത്. ജാമ്യ ഉത്തരവിൽ തന്നെ അവരുടെ മതം മാറ്റിയിട്ടില്ല. അവളുടെ അല്ല, അവൻ്റെ മതം ശരിക്കും മാറുകയാണ് ചെയ്തത്. മാത്രമല്ല കാളിക്ഷേത്രത്തിൽ വെച്ചാണ് അവരുടെ വിവാഹം നടന്നത്. കൊൽക്കത്തയിലേക്ക് ഒളിച്ചോടിക്കൊണ്ടാണ് അവർ ആ നിലക്കണ്ണാണ് ജീവിക്കുന്നത്. അപ്പോൾ ഹിന്ദുവായി മതം മാറിയ കേസ് അടക്കം വരുന്നത് എവിടേക്കാണ്? മുസ്ലിങ്ങളുടെ തലയിലേക്കാണ്. അതേപോലെ തന്നെ ആസാദ് ആൻഡ് ഒരു പെൺകുട്ടിയുടെ കേസ്, അവരുടെ പേര് മെൻഷൻഡ് അല്ല. വിവാഹത്തിൻ്റെ പേരിൽ നിർബന്ധിത മതപരിവർത്തനവും ബലാത്സംഗവും ചെയ്തു എന്നുള്ളതാണ്. മജിസ്ട്രേറ്റിന് യുവതി നൽകിയ മൊഴിയിൽ ബലാത്സംഗമോ നിർബന്ധിത മതപരിവർത്തനമോ പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ ബലാത്സംഗ കുറ്റം പിന്നീട് പിൻവലിക്കുകയുണ്ടായി. FIR ഫയൽ ചെയ്യാൻ ബജ്രംഗ് ദൾ ജില്ലാ കോർഡിനേറ്ററാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ബലാത്സംഗ കുറ്റം പിൻവലിച്ചു. നിർബന്ധിത മതപരിവർത്തനം പരാമർശത്തിൽ തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഓരോ കേസും നമ്മൾ പരിശോധിച്ച് കൊടുക്കാറുണ്ട്. എല്ലാ കേസിലും ആകെ ഇവിടെ സംഭവിക്കുന്ന ഒറ്റ കോമൺ ഫാക്ടറേ ഉള്ളൂ. ആണ് മുസ്ലിം, പെണ്ണ്, ഹിന്ദു. ഇത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നടന്നതല്ല എന്താണ്? പല പല വിഷയങ്ങളാണ്. ഒന്ന് മുസ്ലിം ഹിന്ദുവായിട്ട് മാറിയത്, മുസ്ലിം പുരുഷൻ ഹിന്ദുവായിട്ട് മാറിയത്, അതേപോലെ തന്നെ കൊലപാതകം, അതേപോലെ തന്നെ പിന്നെ ഒരു തൊഴിലാളി മുതലാളിയുടെ ഭാര്യയെ സഹായിച്ചത്. ഇങ്ങനെയുള്ള പല പല കേസസ്. ദ ഓൺലി കോമൺ ഫാക്ടർ ഈസ് മെയിൽ ഈസ് മുസ്ലിം ആൻഡ് ഫീമെയിൽ ഈസ് ഹിന്ദു. ഇത് മാത്രം വെച്ചിട്ടാണ് ഈ മൊത്തം കേസുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കേസും തോല് പൊളിച്ച മാതിരി ഓരോ കേസും നമ്മൾ ഉള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ കേസുകളുടെയൊക്കെ ഒരു പൊതുവായ രൂപം. അപ്പോൾ എനിവേ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ ഓരോ കേസും നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10ഓളം കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 10 കേസുകളും ഇതിനപ്പുറത്തേക്കുള്ള പല കേസുകളും അതൊക്കെ വളരെ ദുർബലമായതാണ്. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് എടുക്കാത്തത്. ഈ 10 കേസുകളും ഓരോ സമയത്തും അതാത് പ്രദേശങ്ങളിലും മൊത്തം രാജ്യത്തും ഉണ്ടാക്കിയ വിവാദങ്ങളും പ്രശ്നങ്ങളും എത്രമാത്രം ഭീതിയായിരിക്കും ഇതിൻ്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഈ ഓരോ കേസും പിന്നീട് നമ്മളിങ്ങനെ അത് അന്വേഷിച്ച് അതിൻ്റെ പിന്നെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒന്നുമില്ല എന്ന് മനസ്സിലാവുക അല്ലേ. ഇത്തരത്തിലുള്ള യാതൊരു തരത്തിൽ ലവ് ജിഹാദ് എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പിന്നിലെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. അതാരെങ്കിലും ചർച്ച ചെയ്യോ? ഇല്ല. അതിതുപോലെ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ആവോ? ഇല്ല. അത് ഏതെങ്കിലും പെട്ടിക്കോളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 ആൾക്കാർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരും. ഇതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിഷം കലക്കാൻ വേണ്ടി മാത്രമായി ഇത്തരത്തിലുള്ള ന്യൂസ് പടച്ചുവിടുന്ന ആളുകൾ, അതിനെ ആഘോഷിക്കുന്ന ആളുകൾ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്ത തവണയും ഇതുപോലെയുള്ള എന്തെങ്കിലും പിന്നെ ദുർബലമായ ഏതെങ്കിലും കേസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ശരിയാണ് വിവാദം ഉണ്ടായി തുടങ്ങുമ്പോൾ എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവില്ല. 1-2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇപ്പം നടന്ന കേസ് പോലെ തന്നെ. അപ്പോൾ ആ രൂപത്തിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി
ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ പുസ്തകത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ റെഫറൻസ് ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് പരിശോധിച്ച് നോക്കുക. കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകം വളരെ നല്ലൊരു റെഫറൻസാണ്. അത് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ചാനലിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.